ഇന്നൊരു റവ ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. വളരെ സോഫ്റ്റാണ്. അപ്പോൾ അരി കഴിക്കാത്തവർക്കും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതിനുവേണ്ടി 250 ml ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അവൽ കൂടി ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല വെള്ളത്തിലൊന്ന് കുതിരാനായി വയ്ക്കാം. കഴുകിയതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ കുതിരാനായി വയ്ക്കാൻ. കാരണം ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇത് നികക്കെ വെള്ളം ഒഴിച്ച് കുതിരാനായി വയ്ക്കുന്നുണ്ട്. ഇത് മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മൾ കുതിർത്ത് വെക്കണം. ഞാനിത് 3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് കുതിരാനായി വെക്കുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായി ഉണ്ടാവുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് അരച്ചാൽ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇപ്പം ഉഴുന്ന് കുതിർത്ത് 3 മണിക്കൂർ സമയമായി. അപ്പം നമ്മൾക്ക് ഉഴുന്ന് അരക്കുന്നതിന് മുമ്പ് റവ ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അതിനുവേണ്ടി 2 കപ്പ് റവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറക്കാത്തതോ ആയ റവ നമുക്ക് ഇതിനു വേണ്ടി എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് റവയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അളവ് കൃത്യമായിരിക്കണം, വെള്ളം ഒരിക്കലും കൂടരുത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ റവ ഒന്ന് കുതിർന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും വേണ്ടു, അധികം വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ഇതാ ഈ റവയൊക്കെ നന്നായി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് എല്ലാം നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതാ ഇതുപോലെ ഉണ്ടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഈ ഉഴുന്ന് അരക്കാനായി എടുക്കാം. ഉഴുന്നൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഈ വെള്ളം മുഴുവനായി എടുക്കരുത്. ഈ വെള്ളം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അരയ്ക്കുമ്പോൾ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടരുത്. ഇപ്പോൾ ഇതാ നമ്മുടെ ഈ റവയൊക്കെ നന്നായി ഇതാ ഇവിടെ കുതിർന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് സമയം മാത്രമേ വേണ്ടൂ. നമ്മൾ ഉഴുന്ന് അരക്കുന്ന സമയം മാത്രം മതി. ഇതൊന്ന് നന്നായി കുതിർന്നിട്ടൊക്കെ സോഫ്റ്റായി വരും. ഇനി നമ്മൾക്ക് അരച്ച ഉഴുന്നുണ്ടല്ലോ, ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. വെള്ളം കുറേശ്ശെ തെളിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ആ കുതിർത്ത വെള്ളം മാത്രം മതിയായി കേട്ടോ. എനിക്കിത് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം കൂടരുത്. ഇനി ഇത് എല്ലാം കൂടി നന്നായി കൈവച്ചുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തേക്ക് ഇത് നന്നായി പൊങ്ങി വരും. ഇപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് ഇങ്ങനെ നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ രാവിലെ ആയി, നമുക്ക് നോക്കാം. മാവൊക്കെ നന്നായി പൊങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് മെല്ലെ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാം. അധികം ഇളക്കണ്ട കേട്ടോ. നല്ല മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇത് മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി തട്ടെടുക്കാം. ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ചൊന്ന് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമ്മളിത് ചെമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചെമ്പിൽ വെച്ച് തട്ട് ചൂടായതിന് ശേഷം വേണം എപ്പോഴും ഇഡ്ഡലി ഒഴിച്ച് കൊടുക്കാൻ. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഈ സമയത്ത് ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ തട്ട് കൂടി വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഞാനിതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ രണ്ടാമത് തട്ടും വെച്ച് ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ ഇഡ്ഡലിയും ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഫ്ലെയിം കുറക്കരുത്. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഇത് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി അത്ര സോഫ്റ്റായി കിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും, നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി ഓഫ് ചെയ്ത ഉടനെ ഞാൻ അതിൻ്റെ മൂടി എടുത്ത് മാറ്റി വെക്കും. കാരണം അതിൻ്റെ ആവി വരാതിരിക്കാനാണ്. മാറ്റി വെച്ച് അത് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇഡ്ഡലി പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.